മനുഷ്യർക്കുള്ള ഈ ഒരു അന്ധവിശ്വാസം, അനാചാരം ഇതൊന്നും ഇന്നും ഇന്നലെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പല രീതിയിലും ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്ന പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യരെ കൊലപ്പെടുത്തുന്നതും പല രീതിയിലുള്ള കൊലപാതകങ്ങളും കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പത്തനംതിട്ട ഇലന്തൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഭാഗ്യലബ്ധിക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഭാഗ്യം കിട്ടും, അവർക്ക് കുറച്ചുകൂടെ പണം കിട്ടും എന്നുള്ള പേരില് ഈ മുഹമ്മദ് ഷാഫി എന്ന് സ്വയം സിദ്ധനായി അഭിനയിച്ചു വന്ന ഈ ഒരു വ്യക്തി ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെലുത്തിയ സ്വാധീനം മൂലം പാവം പിടിച്ച 2 സ്ത്രീകളെയാണ് കൊലപാതകം ചെയ്തത്. ഒന്നാമത്തെ ആള് റോസ്ലിൻ, കാലടി സ്വദേശിയായ റോസ്ലിൻ, ധർമ്മപുരി സ്വദേശിയായിട്ടുള്ള പത്മ. ഈ 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഈ ഒരു കൊലപാതകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കൊലപാതകം എന്നുള്ളതിലപ്പുറം ഒരു മനുഷ്യന്റെ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് നീചമായിട്ടുള്ള ഒരു കൊലപാതകമാണിത്. അതായത് അയാളുടെ രതിവൈകൃതങ്ങൾക്ക് അനുസരിച്ച് 2 സ്ത്രീകളെ കൊലപ്പെടുത്തുന്നതിനായിട്ട് അയാൾ ചൂസ് ചെയ്തത് ഈ 2ാം പ്രതിയായിട്ടുള്ള ഭഗവത് സിംഗിന്റെ വീടാണ്. അയാൾക്ക് ഈ ഭഗവത് സിംഗ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഏക്കറോളം വസ്തുവും അതിനകത്തൊരു വീടും ഒരു തിരുമൽ കേന്ദ്രം ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മുഹമ്മദ് ഷാഫി ഇതിനു മുമ്പ് ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആളൊരു തിരുമൽ ചികിത്സയിൽ പേരുകേട്ട ഒരാളാണ്. അയാൾക്ക് ഒരു 10-70 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ അവിടെ വരികയും ഈ ഒരു ആളെ പരിചയപ്പെടുകയും എനിക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇതെന്ന് അയാൾക്ക് മനസ്സിലായി. അതായത് അയാൾ പ്രത്യേകത ഒരു സൈക്കോപാത്ത് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അയാൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ്, എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അയാൾ അവിടെ താവളം ഉറപ്പിക്കുകയാണ്. പലതവണ വരികയും അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയും ഒരു മനുഷ്യർ ഒച്ച വെച്ചാൽ പോലും വെളിയിൽ കേൾക്കത്തില്ല എന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കി. അതിനുശേഷം ഈ ഒരു ഭഗവത് സിംഗുമായിട്ട് ഒരു സ്ത്രീയുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മനുഷ്യനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. ഈ മുഹമ്മദ് ഷാഫി പെരുമ്പാവൂർ സ്വദേശിയാണ്. ഇയാൾ ഈ ഭഗവത് സിംഗിനെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഒരു സ്ത്രീയുടെ പേരിൽ. ആ സ്ത്രീ ആയിട്ട് അഭിനയിക്കുന്ന മുഹമ്മദ് ഷാഫി പറയുകയാണ്, എനിക്ക് ഒരു സിദ്ധനെ അറിയാം, അയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, നിങ്ങൾക്ക് അയാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടെ സ്റ്റേബിൾ ആകാം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അങ്ങനെ ഈ സ്ത്രീ പരിചയപ്പെടുത്തുന്നു എന്ന രീതിയിൽ ഇതേ അക്കൗണ്ടിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇതേ വ്യക്തി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ഈ വീട്ടിൽ, ഈ ഭഗവത് സിംഗിന്റെ വീട്ടിൽ. അങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും നേരിട്ട് വരികയും സംസാരിക്കുകയും ഇങ്ങനെ നമ്മൾ ഒരു നരഹത്യ, അതായത് ഒരു മനുഷ്യനെ നമ്മൾ ഇതുപോലെ ഒരു സ്ത്രീയെ നമ്മൾ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതാണ് ഏറ്റവും പരമമായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ഉന്നതി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ ഇവിടെ സമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അതിനൊരു സ്പേസ് നിങ്ങൾ തരുവാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ കൊലപാതകത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം അയാൾ ആദ്യം കണ്ടെത്തുന്ന ഇര എന്ന് പറയുന്നത് കാലടി സ്വദേശിയായ റോസ്ലിൻ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചിനെയാണ്. ഈ ഒരു സ്ത്രീയെ എന്ത് പറഞ്ഞ കൊണ്ടുവരുന്നെന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിപ്പിക്കാം, 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. അപ്പൊ അവരൊരു പാവം പിടിച്ചൊരു സ്ത്രീയാണ്, അവരുടെ വീട്ടിൽ അങ്ങനെ പൈസയൊന്നുമില്ല, അവരൊരു മനുഷ്യന്റെ കൂടുതൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കളൊക്കെ വേറെ പല പല സ്ഥലങ്ങളാണ്, അവരെ കാണാതെ പോയാൽ പോലും അന്വേഷിക്കാൻ ആരുമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഈ സ്ത്രീയെ നേരെ ഇവിടെ കൊണ്ടുവരുന്നു, ഇവരെ വീട്ടിൽ കൊണ്ടുവരുന്നു, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആദ്യം കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവരെ റേപ്പ് ചെയ്യാണ്. ഈ മുഹമ്മദ് ഷാഫി അവരെ റേപ്പ് ചെയ്തു. അതിനുശേഷം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അതായത് ജീവനോടുകൂടി തന്നെ അവരുടെ കൈയും കാലും എല്ലാം വെട്ടിമുറിച്ച് മാറ്റുകയും ശരീരം മുഴുവനും മീൻ വരയുന്ന പോലെ ശരീരം മൊത്തം വരയുകയും അവരുടെ അവയവങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയും ചെയ്ത്, അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് കേട്ടാൽ നമുക്ക് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയവും അങ്ങനത്തെയുള്ള മെയിൻ അവയവങ്ങൾ ഈ ലൈലയും ഭഗവത് സിംഗും കൂടെ കുക്ക് ചെയ്ത് കഴിച്ചു, വേവിച്ച് ആഹാരമായിട്ട് കഴിച്ചു. ഇതെല്ലാം ഈ ഒരു മുഹമ്മദ് ഷാഫി ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണോ മാറ്റുന്നത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒന്നും പറ്റുന്നില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടാ. എന്നാൽ ഇതൊക്കെ പറയണം, മനുഷ്യരറിയണമല്ലോ, ഇതെല്ലാം ഓൾറെഡി മനുഷ്യർ അറിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയട്ടെ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്നു. വീണ്ടും ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല. ഇവരെ കൊലപാതകം ചെയ്ത് 3 മാസമായിട്ടും യാതൊരു രീതിയിലുള്ള അന്വേഷണം വരുന്നില്ല. റോസ്ലിനെ കൊലപ്പെടുത്തി, ആരും തന്നെ പരാതി കൊടുക്കുന്നില്ല. ഒരു പരാതി കൊടുത്തു, മകള് പരാതി കൊടുക്കുന്നുണ്ട്, പക്ഷെ കാര്യമായ അന്വേഷണം നടക്കുന്നില്ല. കാര്യം അവരങ്ങനെ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവരെ ആരും തന്നെ അന്വേഷിക്കുന്നില്ല പിന്നീട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഈ ഭഗവത് സിംഗും ഭാര്യയും കൂടെ മുഹമ്മദ് ഷാഫിനെ വിളിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തല്ലോ,
കൊലപാതകത്തിന് ഞങ്ങൾ കൂട്ടുനിന്നു. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ വീണ്ടും ഇവന്റെ മനസ്സിലുള്ള സൈക്കോ, ഈ ക്രൂരമായ സൈക്കോ വീണ്ടും ഉണരുകയാണ്. ഇവൻ പറയുകയാണ്, ഇത്തവണ നമ്മൾ ചെയ്ത ആ ഒരു അത്രയ്ക്ക് അങ്ങ് ശരിയായിട്ടില്ല. നമ്മൾ കുറച്ചും കൂടെ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്താലേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ. ഇതിലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കൊലപാതകം കൂടി നമ്മൾ ചെയ്യണം. എന്നാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ഇവരെ കണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ച് ഇയാൾ പിന്നീട് പോകുന്ന എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് അവര്. ഈ ഒരു പത്മം എന്ന് പറയുന്ന സ്ത്രീ തമിഴ്നാട് സ്വദേശിയാണ്. അവർക്ക് ലോട്ടറി കച്ചവടമാണ്. ഒരു പാവപ്പെട്ട സാധാരണക്കാരാണ് ഇവർ ചൂസ് ചെയ്ത ആൾക്കാരൊക്കെ, പാവങ്ങളാ. കാര്യം ഇവർക്ക് ഇച്ചിരി പൈസ കിട്ടുമെന്ന് അറിയുമ്പോൾ ഇവർ വരുമല്ലോ. അതിനുവേണ്ടി ഈ ഒരു സ്ത്രീനെയും ഇയാൾ ചൂസ് ചെയ്ത് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയാണ്, ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയാണ്, പണം ഓഫർ ചെയ്യുകയാണ്. അങ്ങനെ ഇയാളുടെ കൂട്ടത്തിൽ വണ്ടി കയറിയിട്ട് ഇവര് പത്തനംതിട്ട എലന്തൂര് വരുന്നു. ഇതേ സമാനമായ രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നു, ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിലും ക്രൂരമായിട്ട്, അതായത് ഈ ആദ്യത്തെ കൊലപാതകം നടത്തിയ ഈ ഒരു ബോഡി ആ ഒരു സ്പോട്ടിൽ നിന്ന് കണ്ട് എത്തുമ്പോഴത്തേനും പല പീസുകളായിട്ട് മുറിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു പത്മത്തിന്റെ ബോഡി കണ്ടെത്തുമ്പോൾ 50-ൽ പരം പീസുകൾ ഉണ്ടായിരുന്നു. മറ്റേത് 20 ആണെങ്കിൽ ഇത് 50-ൽ കഴിഞ്ഞ് കൂടുതൽ കഷ്ണങ്ങളായിട്ട്. അതായത് ഓൾറെഡി അവൻ പറഞ്ഞല്ലോ, മറ്റേ ആദ്യത്തെ കൊലപാതകം ചെയ്തതിനെ കഴിഞ്ഞും ഇനിയും ക്രൂരമായിട്ട് വേണം രണ്ടാമത്തെ കൊലപാതകം ചെയ്യാനെന്ന്. അങ്ങനെ ഈ രണ്ടാമത്തെ ബോഡി കണ്ടെത്തുന്ന സമയത്ത് 50-ൽ പരം കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതിലും ക്രൂരമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ബ്രസ്റ്റ് ഒക്കെ ജീവനോട് കൂടി തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് അറുത്ത് മാറ്റി. അത്രയധികം ക്രൂരമായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ടു പരിചയപ്പെട്ട് നമ്മൾ അങ്ങനെയൊന്നും ആരുമായിട്ടും ഇടപെടരുത്, നമ്മൾ സംസാരിക്കരുത്, ആരെങ്കിലും എന്തൊക്കെ ഓഫർ ചെയ്താലും നമ്മൾ പോകരുത്. അതാണ് സാധാരണക്കാർ ഇതിനകത്ത് പഠിക്കേണ്ട പാഠം. അത് ചിലപ്പോൾ ഒരു തമാശയുടെ പേരിലാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കുക, പോകാതിരിക്കുക. എന്തായാലും ഒരു ദിവസം മരിക്കും. പക്ഷെ ഇത്ര ക്രൂരമായിട്ട് പൈശാചികമായിട്ട് മരിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യർക്ക്? ഇത് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇങ്ങനെയുള്ള മനുഷ്യരുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്കേ മാറാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾക്ക് മാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കൊലപാതകം ചെയ്തു. പക്ഷെ രണ്ടാമത്തെ കൊലപാതകത്തിൽ മക്കൾ പരാതി കൊടുക്കുകയും കാര്യമായ അന്വേഷണം നടക്കുകയും ഇവര് ഈ ഒരു വണ്ടിയിൽ ഈ പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ടെന്നും ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും കണ്ടെത്തുകയും തുടർന്ന് ശരിയായ രീതിയിലുള്ള ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, കൊലപാതകം നടന്ന കാര്യങ്ങളെല്ലാം വിശദമാക്കുകയാണ്. ഇതുപോലെ അത്രയ്ക്കും ഒരു നീചമായ ഒരു കൊലപാതക പരമ്പര ഒരുപക്ഷെ ഈ രണ്ടാമത്തെ കേസും കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും അടുത്തത് നടന്നേനെ. പോലീസിന്റെ മിടുക്കുകൊണ്ട് അത് എന്തായാലും കണ്ടെത്തി, അതിന്റെ പ്രതികളെ കണ്ടെത്തി. അതിന് അവരിപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. ഇത്തരത്തിലുള്ള മനുഷ്യർ ഈ ചുറ്റുപാടും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ ജീവിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ഫോർ വാച്ചിങ്.